വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. കണ്ണൂരിൽ ഉണ്ടായിട്ടുള്ള ഒരു സദാചാര ആത്മഹത്യ, വേണമെങ്കിൽ കൊലപാതകം എന്ന് പോലും വിശേഷിപ്പിക്കാം. കണ്ണൂർ പിണറായി കായലോട്ട് യുവതിയുടെ ആത്മഹത്യയിൽ കുടുംബത്തെ പോലീസ് തള്ളുന്നു. റസീനയുടെ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തി. ഈ ഒരു സംഘം ഭീഷണിപ്പെടുത്തിയെന്ന് കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിധിൻ രാജു പറയുന്നത്. പക്ഷേ കുടുംബം പറയുന്നത് അങ്ങനെയല്ല, ആൺസുഹൃത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ ആത്മഹത്യ എന്നതാണ്. നമുക്ക് പോലീസ് ഓഫീസറുടെ പ്രതികരണത്തിലേക്ക്. അവരുടെ ശരീരത്തിൽ നിന്ന് തന്നെ ഇതിൻ്റെ സൂയിസൈഡൽ നോട്ട് പോലീസിന് കണ്ടെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ സൂയിസൈഡൽ നോട്ടിൽ വളരെ കൃത്യമായിട്ട് ഈ സംഭവത്തിന് ആസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളെ പറ്റിയിട്ട് വളരെ വിശദമായിട്ട് തന്നെ ഈ കേസിൽ മരണപ്പെട്ടിരിക്കുന്ന സ്ത്രീ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവരും ഒരാളുമായിട്ടുണ്ടായിരുന്ന ഒരു സൗഹൃദവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന സംസാരത്തിൻ്റെ ഇടയിൽ കുറേ പേര് വരികയും അവരെ ഭീഷണിപ്പെടുത്തുകയും അവരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നു എന്ന രീതിയിലേക്കുള്ള ഒരു ഭീഷണിപ്പെടുത്തലും, അവരുടെ കൈവശമുണ്ടായിരുന്ന ഈ സുഹൃത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന ഫോണൊക്കെ തട്ടിപ്പറിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരെ ഇത് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ സൂയിസൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് സൂയിസൈഡ് നോട്ടിൽ വളരെ വിശദമായി പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കേസിൻ്റെ തുടർന്നുള്ള അന്വേഷണത്തിൽ അന്നേ ദിവസം അവിടേക്ക് വന്നിരുന്ന ആൾക്കാരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. അവരുടെ കൈവശത്ത് നിന്നും പോലീസ് ഇതിന് ഉപോത്ബലകമായിട്ടുള്ള ഡിവൈസസ് ഒക്കെയും റിക്കവർ ചെയ്തിട്ടുണ്ട്. സുഹൃത്തിനെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടോ ഇതിൽ ഏതെങ്കിലും രീതിയിലേക്ക് ഈ കേസിലേക്ക് ആ സുഹൃത്ത് കാരണമാണോ ഞാൻ മരണപ്പെടുന്നത് എന്നുള്ളത് ഈ സൂയിസൈഡ് നോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. വളരെ ദൗർഭാഗ്യകരമായൊരു സംഭവമാണ്. നമ്മൾ ദുരഭിമാന ഹത്യകൾ കണ്ടിട്ടുള്ള നാടാണ്. അതുകൊണ്ട് കുടുംബം മകളുടെ മരണത്തിന് ശേഷവും ഈ കുറ്റവാളികളെ ന്യായീകരിക്കുന്നതിൽ എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല എന്നേ പറയേണ്ടി വരുള്ളൂ. പക്ഷേ സമൂഹം ആശങ്കയോടുകൂടി കാണേണ്ട ഒരു സദാചാര അതിക്രമമാണ് കണ്ണൂരിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. ഫെലിക്സ് പൊളിക്കൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ഫെലിക്സ്, ഇതിപ്പോൾ ഇന്നലെ നമ്മൾ സദാചാരം ഉണ്ടായതിൽ അതിന് പിന്നാലെ യുവതിയുടെ ആത്മഹത്യ എന്ന് തന്നെയാണ് വാർത്ത വന്നത്. പിന്നീടാണ് ഈ കുടുംബം അത് അങ്ങനെയല്ല എന്ന ഒരു പ്രതികരണം. പക്ഷേ പോലീസ് തള്ളുന്നുണ്ട്. കൃത്യമായ ആത്മഹത്യാക്കുറിപ്പിലുണ്ട് എന്താണ് സംഭവിച്ചത് എന്ന്. പിന്നെ എന്തുകൊണ്ട് കുടുംബം അങ്ങനെ ഒരു നിലപാടെടുക്കുന്നു? പോലീസ് എന്താണ് വിശദീകരിക്കുന്നത്? യഥാർത്ഥത്തിൽ ഈ യുവതി മരണം വരിക്കാൻ അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് പോയതിൻ്റെ ഏറ്റവും അവരെ പ്രധാനപ്പെട്ട ഘടകം എന്തായിരുന്നു? ദിവിഷ, ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. കായലോടുന്ന സ്ഥലത്ത് ഈ യുവതി 41 വയസ്സുള്ള റസീന എന്ന യുവതി ആൺ സുഹൃത്തുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 3 പേര് ബൈക്കിലെത്തുന്നു. അവർ ഇവരുമായി തർക്കത്തിലേർപ്പെടുന്നു. തുടർന്ന് ഈ റസീനി അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അതിനുശേഷം ഈ ആൺ സുഹൃത്തിനെ അവിടെ വെച്ച് അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി മർദ്ദിക്കുകയും കൂട്ടവിചാരണയും അടക്കം നടത്തുന്നു. അതിനുശേഷം 2 പേരുടെയും കുടുംബാംഗങ്ങളെ അവിടെ വിളിച്ചു വരുത്തിയ ശേഷമാണ് ആ യുവാവിനെ 5 മണിക്കൂറിന് ശേഷം അവിടെ നിന്നും പറഞ്ഞു വിടുന്നത്. അതിനുശേഷമാണ് ചൊവ്വാഴ്ച പുലർച്ചയോടുകൂടി റസീന ജീവനൊടുക്കുകയും ചെയ്തത്. ഇതാണ് സംഭവിച്ച കാര്യങ്ങൾ. പോലീസ് കൃത്യമായി ഈ കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് അടിസ്ഥാനമായി അവർ മുന്നോട്ട് വെക്കുന്ന തെളിവുകൾ റസീനയുടെ ശരീരത്തിലുണ്ടായിരുന്ന ആത്മഹത്യാക്കുറിപ്പാണ്. ഈ ആത്മഹത്യാക്കുറിപ്പ് കുടുംബത്തിന് കിട്ടിയിരുന്നില്ല, ശരീരത്തിനുള്ളിലാണ് വെച്ചിരുന്നത്. പിന്നീട് ഇൻക്വസ്റ്റിൻ്റെ സമയത്താണ് ഇത് പോലീസിന് ലഭിക്കുന്നത്. അത് 3 പേജുള്ള ആത്മഹത്യാക്കുറിപ്പാണ്. ആത്മഹത്യാക്കുറിപ്പിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ സുഹൃത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോണും ടാബും ഒക്കെ ഈ പറയുന്ന സംഘം പിടിച്ചെടുക്കുകയും അങ്ങനെ പിടിച്ചെടുത്ത് അതിൽ നിന്ന് അങ്ങനെ പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ കൂടുതൽ മനോവിഷമം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അങ്ങനെ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് താൻ ആത്മഹത്യ ചെയ്യുന്നത് എന്നതാണ് ആ യുവതി വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനുള്ള തെളിവുകളൊക്കെ തന്നെ പോലീസ് ലഭിച്ചിട്ടുണ്ട്. 3 പേരാണ് പിടിയിലായിട്ടുള്ളത്. അതിൽ കൂടുതൽ ആളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നു. അവരെയും അടക്കം അന്വേഷണം നടത്തുന്നുണ്ട്. തലശ്ശേരി ASPക്കാണ് അന്വേഷണ ചുമതല. എന്നാൽ കുടുംബം പറയുന്നത്, കുടുംബം പൂർണ്ണമായും ഈ പ്രതികളെ ന്യായീകരിക്കുകയാണ്. അതായത് ഇപ്പോൾ അറസ്റ്റിലായ പ്രതികളിൽ ഒരാൾ ഈ റസീനയുടെ ഒരു ബന്ധുവാണ്. അപ്പോൾ അവർ കുടുംബം പറയുന്നത് ഇങ്ങനെയാണ്: ഇതിൽ പ്രതികൾ നിരപരാധികളാണ്, അവരങ്ങനെ ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായത്, അതിനപ്പുറത്തേക്കൊന്നും ഉണ്ടായില്ല. കുടുംബം കുറ്റപ്പെടുത്തുന്നത് ഈ റസീനയുടെ കുടുംബത്തിന്റെ പ്രതികരണം തന്നെ കേട്ടിട്ട് പോകാം. ഈ യുവതിയുടെ ആത്മഹത്യക്ക് പിന്നാലെ ആൺസുഹൃത്താണ് അതിന്റെ കാരണം എന്നാണ് കുടുംബം പറയുന്നത്. ആത്മഹത്യ ചെയ്ത റസീനയുടെ പണവും സ്വർണവും ഇയാൾ തട്ടിയെടുത്തു എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. പിന്നെ ചെറുച്ചക്കനുമായിട്ടുള്ള ഇതിപ്പോൾ 3 വർഷമായി പോലും ഇപ്പം നമ്മൾ സ്വർണ്ണമില്ല, കുറേ പൈസ കുറേ കടം വന്നിട്ടുണ്ട് നമുക്ക്. ചെക്കനുമായിട്ട് കൂട്ടിയിട്ട് എൻ്റെ തിരെ നമ്മളൊന്നും കണ്ടുകൂടാ കുറച്ച് നാളായി. ഇപ്പോൾ നമ്മളതൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ ഇവനുള്ളത്. ഇവൻ അവിടെ വരുന്നുണ്ട് എല്ലൊക്കെ. ഇപ്പം 2 ദിവസം കൊണ്ട് നമ്മൾ അറിഞ്ഞ സംഭവം. അപ്പം അറസ്റ്റ് ചെയ്തിരിക്കുന്ന മക്കളുണ്ടല്ലോ, ഒന്നിനും പോകാത്ത പിള്ളേരാ. ഇവർ കണ്ടപ്പം പിന്നെ നമ്മളെ സ്വന്തം പെങ്ങളല്ലേ ഇത്, ചേച്ചിയുടെ പിള്ളേരാണല്ലോ.
സ്വന്തം പിള്ളേരായത് കാരണം ഇവർ ഒരു നാണക്കേടിൽ കാരണം ഇനി എന്താ ഇവിടെ കൂടെ കാണുന്നു ചോദിച്ചു. പറയും പിന്നെ അതുങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല, നമുക്ക് നീതി കിട്ടണം ഇതിൽ.